ഓരോ മോഡലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾക്ക് ഇത്തിരി വലുത് ഒരെണ്ണം മേടിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. വേറൊരു കാര്യം വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് വരുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ വണ്ടി വിൽക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേരും കൂടെ കട്ടപ്പന വരെ പോവാണ്. 2 ചേട്ടന്മാർ പണിയുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നു. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. മഴയത്ത് എന്തിനാണ് കട്ടപ്പനയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പ്ലംബിങ് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മൾ കട്ടപ്പന കൊല്ലംകുടിയിൽ നിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത്. കഴിഞ്ഞ വർഷം പരവണിക്ക് ബാത്റൂമിൻ്റെ സാധനങ്ങളെല്ലാം അവിടെ നിന്നാണ് എടുത്തത്. അപ്പം അവിടെ ആകുമ്പോൾ ഒരുപാട് കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എന്നാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റിയല്ല. മഴയൊക്കെ നനഞ്ഞ് നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. തൊണ്ടയ്ക്ക് ചെറിയൊരു അടപ്പുണ്ട്, ചെറിയൊരു പനിക്കോളും ഉണ്ട്. പിന്നെ ഇന്ന് പോകുന്ന വഴിക്ക് അമ്മയ്ക്കൊരു ഗോൾഡൻ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. എന്താണെന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം. ഞങ്ങൾ അതും കൂടെ പ്ലാൻ ചെയ്താണ് കട്ടപ്പനയ്ക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഹാപ്പി വീഡിയോ ആണ്. നേരെ നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വായി. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം ഒരു ചുരിദാറിൻ്റെ തുണി എടുത്ത് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അതാണ് തയ്ച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പാൻറ്റൊക്കെ പുതിയ മോഡലാണ്. അതിന് നമ്മൾ കീറ്റിലൊക്കെ അടിക്കാൻ മറന്നു പോയതാണോ? ഇപ്പോഴത്തെ ഫാഷനാണോ? അപ്പം ചുരിദാർ എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ. അപ്പൊ തയ്ച്ച് കിട്ടിയിട്ട് കുറെ ദിവസമായി. ഇതുവരെ ഇടാനുള്ള അവസരം കിട്ടിയില്ല. നമ്മളിപ്പോ എപ്പോഴും സിറ്റിക്കൊക്കെ പോകുമ്പോൾ പഴയതൊക്കെ ഇട്ടണം. ഒന്നാമത്തെ മഴയും കൂടല്ലേ, പഴയതൊക്കെ എടുത്തിട്ടുണ്ട് ഞാനങ്ങ് പോകും. ഇന്നിപ്പം കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ പുതിയത് ഇട്ടുകൊണ്ട് പോകാന്ന് വെച്ചു. നല്ല രസമുണ്ട്. എന്റെ ഷാളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നീളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പാൻറ് കാണിച്ചേ, ചെരിഞ്ഞു നിന്നേ. ഈ പാൻറിന് പറയുന്ന പേരെന്നാ വെച്ചേ? സിഗരറ്റ് പാൻറ് എന്നാണ് പറയുന്നത്. സിന്ധു കുഞ്ഞുമ കേട്ടോ. ഓരോ മോഡലും തയ്ച്ച് പരീക്ഷിക്കും അമ്മേനെ. നാത്തും തയ്ച്ചതാണ്. അനീതി ചുരിദാറിന്റെ തുണിയൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറയണം കേട്ടോ. നമ്മള് വെഡിങ് ആനിവേഴ്സറിക്ക് ശ്രീകോട്ടൻ എനിക്ക് മേടിച്ചെന്ന ചുരിദാർ തുണിയാണ്. തയ്ച്ച് കിട്ടി, ഒരാഴ്ച ആയതേ ഉള്ളൂ. ഇന്നലെ പുത്തനൊക്കെ ഇട്ടോണ്ട് നമ്മൾ ഇന്നൊരു പുത്തൻകോടി അതെ യാത്ര പോവാ. ചേച്ചി കൊണ്ടുവന്ന ഇതുപോലെ തന്നെ ഒരു ടീഷർട്ട് എനിക്കുണ്ട് കേട്ടോ. മാൾക്കുട്ടി എടുത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ 3 പേരും കൂടെ പോവാണ്. മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പോക്കും വരവൊക്കെ വഴി വല്ല ബ്ലോക്ക് ആണോന്നൊന്നും അറിയത്തില്ല. ഏതായാലും പോയിട്ട് വരാം അല്ലേ. നമുക്കെന്നാ എവിടെയാലും നേരത്തെ ഒരു ചായ കുടിച്ചാലോ? ചോറ് മേടിച്ചു തരുമോ? പന്ത്രണ്ടേ മുക്കാലാണോ ആയി? കട്ടപ്പുറത്ത് കഴിക്കാനാണോ? ഒരു ചായയൊക്കെ കുടിക്കണമെന്നുണ്ടായിരുന്നു. നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോഴേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടല്ലേ എന്നും പോന്നേ. അതെ അതെ. എങ്ങനെട്ട് വെച്ചാ യാത്ര? കുഴപ്പമില്ല. മഴയുടെ ആ തണുപ്പുള്ളതുകൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നതുകൊണ്ട് നല്ല സെറ്റപ്പാണ്. നല്ല തണുപ്പാ ഇരിക്കാനായിട്ടൊക്കെ. കൊച്ചു ദുബായിക്ക് പോയിട്ട് വന്നിട്ട് ആദ്യത്തെ കട്ടപ്പന യാത്രയല്ലേ? ആദ്യമായിട്ട് വരുവാ. വഴിമണിയൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാണേലും ഉറക്കമല്ലായിരുന്നോ? കണ്ടില്ല. ഒത്തിരി മാറ്റങ്ങൾ വന്നില്ല. ഒത്തിരി മാറ്റങ്ങൾ വന്നു. കൊറേ വീടൊന്നും കാണുന്നില്ല, കടയൊന്നും കാണുന്നില്ല. വീടൊക്കെ കൊറേ പൊളിച്ചു വന്നു. കൊറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നമ്മുടെ വഴിയും കാര്യങ്ങളൊക്കെ? വഴി പണി നടക്കൂലോ. കൊറേയൊക്കെ പണി തീർന്നല്ലോ. കുറച്ചുകൂടെയൊക്കെ അല്ലേ ഉള്ളു. പണി കഴിയുമ്പോ വണ്ടിയൊക്കെ ഓടിക്കാൻ സുഖാവൂലോ. എന്താടാ കട്ടപ്പന പഴയ പോലെ ഭയങ്കര താമസമില്ല. വഴിക്ക് നല്ല വീതിയുണ്ട്. കൂട്ടാനാണ് വാങ്ങിക്കുന്നത്.
നോക്കട്ടെ. കയറുമോ? ആന കയ്യാ അവിടെ കൊണ്ട് വലിപ്പം കൂടുതലാണ് കൈക്ക്, വിരലിൻ്റെ അവിടെ കൊണ്ട്. ആ ഇതാണ് ഇഷ്ടപ്പെട്ടെ. കയറ്റി കഴിഞ്ഞപ്പോ ചെറിയൊരു ചടക്കം വന്നോ? ഒന്ന് കോടിയിട്ടുണ്ടോ? കൈയുടെ ഒരു ഇത് വരുന്ന ഇഷ്ടപ്പെട്ട്. മതി. ചെറുതായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ കയറ്റി കഴിഞ്ഞപ്പോ. അമ്മയാണേലും വീട്ടിലാണേലും രണ്ടു തൊട്ട് ഇടുമ്പം ചെറിയൊരു വളമൊക്കെ വരും. റെഡിയാക്കി തരണം. ഇഷ്ടംപോലെ മോഡലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾക്ക് ഇത്തിരി വലുത് ഒരെണ്ണം മേടിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ആള് കയ്യിലെ വള മാറിയിട്ട് വേറെണ്ണം എടുക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ എൻ്റെ പ്ലാൻ മാറ്റി. ഞാൻ ഇത്തിരി ഇവിടെ വലുത് കിട്ടുവാണെങ്കിൽ അതങ്ങ് മേടിച്ചു. വള എനിക്ക് 2 മാസമായിട്ട് ഒടിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ വിറകെടുത്തോണ്ട് പറമ്പിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അങ്ങ് തെന്നി വീണപ്പോൾ അത് കൈ ഇങ്ങനെ കുത്തിപ്പത്തിന് അത് ഒടിഞ്ഞു പോയായിരുന്നു. അത് മാറ്റി വെച്ചേക്കുമായിരുന്നു. അന്നേരം കുറച്ച് ദിവസം കൊണ്ട് അവള് പറയുന്നു അമ്മ അത് മാറിയെടുക്കുന്നത്. നമ്മുടെ പെരപണിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതല്ല തട്ടേ വെച്ചേക്കോ. അന്നേരം കയ്യേലൊന്നും ഇല്ലല്ലോ അമ്മ, ആ വള മാറാൻ മേലായിരുന്നു 2 പ്രാവശ്യം അവള് ചോദിച്ചു. അന്നേരം ഇന്നിപ്പം നമ്മളിങ്ങോട്ട് കട്ടപ്പടിക്ക് പ്ലംബിങ്ങിന്റെ സാധനം എടുക്കാൻ വന്നാലും എന്നാൽ വളയും കൊണ്ട് മാറിക്കൊണ്ട് പോകാൻ ഓർത്തു. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ 2 കയ്യിൽ ഒരു 3 വെച്ച് മേടിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹമൊക്കെ ദൈവം നമ്മളെ സാധിച്ചു തരട്ടെ. ഇപ്പൊ നമുക്കൊരു കുഞ്ഞതൊക്കെ മേടിക്കാം. ഏതാ? അതിലൊന്ന് 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോന്ന് മേടിച്ച് കൂട്ടി ഇടുന്നുണ്ട്. എന്താ ഉദ്ദേശം? ഇതെല്ലാം തിരിച്ചു ഊരി കൊടുക്കും കേട്ടോ. എല്ലാം കൂടെ മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. ആളുടെ ആഗ്രഹം വെച്ച് 2 മേടിക്കണം, 1 മേടിക്കുന്നത് കൺഫ്യൂഷനാണ്. ഇതാകുമ്പോൾ 2 മേടിക്കാം. ഇതാകുമ്പോൾ 1 മേടിക്കാം. ഞാൻ പറഞ്ഞു 2 മേടിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇത്തിരി ഒരു 10-50,000 രൂപ കൂടെ കൂടുതലാവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, ഞാൻ കൊടുത്തോളാം, മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ആക്ക് ഇപ്പോഴും അങ്ങനത്തെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, 2 എടുക്കുവാണെങ്കിൽ ബാലൻസ് വരുന്ന പേയ്മെന്റ് ഞാൻ കൊടുക്കും. അല്ലെ ഇതെടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ വളയുടെ പൈസ തന്നെ വരുള്ളൂ. ഏതാന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക. 2 എടുക്കുന്നുണ്ടോ? അതൊന്നും നോക്കണ്ട, എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ. അല്ല ഇതിന്റെ തന്നെ ഇത്തിരി വലുതുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നേ. എന്റെ വലുതില്ല. താനും 1 മണിക്കൂറായി. അയ്യോ വിശക്കാൻ തുടങ്ങി. ഇവിടുത്തെ സ്റ്റാഫായിട്ട് ഇവിടെ നിർത്തും 1 വർഷം. തീരുമാനിക്കുക, കൺഫേം ആക്കുക. ഇത് 2 ഏകദേശം 50 രൂപ അടുത്ത് വരും അല്ലേ? അത്രയും വരില്ല. ആ കട്ടി കുറവുണ്ടല്ലേ? ആലോചിച്ച് തീരുമാനം എടുക്കണം. വരുമല്ലേ? ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കട്ടപ്പന KG's ആണ്. KG's നല്ല കട്ടിയായിരുന്നു. പക്ഷെ സെയിം വർക്കാ. 50 രൂപയും കൂടെ കൊടുക്കണം അങ്ങോട്ടല്ലേ? നമ്മള് പ്ലാൻ ചെയ്ത് മാളക്കുട്ടിയുടെ പഴയ ഒരു ഏലസ്, മാളക്കുട്ടിയുടെ പഴയ ഒരു മോതിരം എല്ലാം പോയി കേട്ടോ. ചേച്ചി കഴിഞ്ഞ കൊല്ലം ഒരു ബർത്ത്ഡേക്ക് ഒരു ചെറിയ മോതിരം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇട്ടേക്കുവായിരുന്നു. കൈ ഇറക്കമായി വളരും തോറുവേ. അന്നേരം അത് നമ്മളിങ്ങനെ ഊരി അതെല്ലാം കൂടെ കൊടുത്തിട്ടാണ് നമുക്ക് 2 വള കേട്ടോ. 3/4 ഗ്രാമിന്റെ 2 അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു 10-20 രൂപ കൂടെ കൊടുത്താൽ മതി. ഇല്ലേല് അത് കൂടുതൽ ഇടമുള്ള എടുക്കുമ്പോൾ 19 രൂപ വരുന്നുണ്ട്. ഞാൻ എടുത്ത് കൊടുത്തേനെ, അമ്മ സമ്മതിക്കല. അമ്മ പറയണത് ഇപ്പൊ പ്ലംബിങ്ങിന്റെ സാധനം എല്ലാം കൂടെ എടുത്തു വരുമ്പോഴത്തേന് കൈ നിൽക്കുകയില്ല. അതുകൊണ്ട് നീ ഇപ്പൊ റിസ്ക് എടുക്കണ്ട,
നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കൂടെ നോക്കണമല്ലോ. നമ്മുടെ വരവ് ചെലവ് അനുസരിച്ച് വേണ്ടേ നമ്മൾ ജീവിക്കാൻ. മേടിച്ച് കയ്യാൽ ഇട്ടില്ല, അതിനിപ്പുറം ആവശ്യക്കാർ പലരായിപ്പോ. ബില്ല് പോലും പേ ചെയ്തിരുന്നു. അപ്പം നല്ലൊരു ചേട്ടനാ കേട്ടോ. ചേട്ടൻ്റെ വീട് മാട്ടുക്കട്ടയാണ്. ചേട്ടനെല്ലാം ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. നമ്മൾ കട്ടപ്പന KGസില്ല കേട്ടോ. ഇഷ്ടം നല്ല തിരക്കായിരുന്നു. ഇപ്പം ഇത്തിരി തിരക്ക് കുറഞ്ഞു. മറ്റേ ചോറിന് സമയമല്ലേ. ഇഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. വളയൊക്കെ ആണെങ്കിലേ പല ടൈപ്പ് വളയുണ്ട്. അതിന് നല്ല കാപ്പൊക്കെ ഉണ്ട് അല്ലേ. ഒരുമാതിരിപ്പെട്ട വളകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് 2 പവൻ്റെ ഒരു വള മേടിച്ച്, ഒറ്റ കാപ്പായിട്ട് 2 പവൻ്റെ ഒരു വള മേടിച്ചിരുന്നു. പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിപ്പം 1.5 പവൻ്റെ മേടിച്ചു തന്നു. ഞാനതിപ്പോൾ 1.5 അതിപ്പം ശ്രീകുണ്ട് ഇട്ട് 1.5 ഇനി ബാക്കി ശ്രീകുണ്ട് ഇച്ചിരി കൂടി ഇട്ട് 2 ആക്കും. നോക്കിക്കോ. ആണെങ്കിൽ നല്ല കാര്യം. 2 പവന്റെ ഒറ്റ കാപ്പ് കയ്യെ മേടിച്ചിരുന്നെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള ഒരു ആഗ്രഹം. അത് സാധിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു പോലീസ് മേടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അത് സാധിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഉടനെ സാധിക്കുന്നതായിരിക്കും. അറിയോ, ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഞാൻ ഓട്ടോ വീണ്ടും ഓടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ഓടുന്ന പൈസ വെച്ച് അമ്മയ്ക്കൊരു കൊലുസ് മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഈയിടെ തീരുമാനിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് പണി വന്നപ്പോൾ നമ്മൾ ഓട്ടോ ഓടുന്ന നിർത്തിയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ദുബായിക്ക് പോയി വണ്ടി സൈഡ് ഒതുക്കി ഇപ്പോൾ വീണ്ടും ഓട്ടോ സ്റ്റാൻഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിയ പൈസ എന്തിനോ നമ്മൾ എടുത്തായിരുന്നു, വീട് പണിക്ക് വേണ്ടി എടുത്തായിരുന്നു. ഇപ്പം വീണ്ടും ഞാൻ ഓടാൻ തുടങ്ങുന്നുണ്ട്. ആ പൈസ വെച്ച് കൊലുസ് മേടിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് ഇത് കൂട്ടൊരു മാല മേടിച്ച് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ഒരു 2 ലക്ഷം രൂപയുടെ ഗോൾഡ് എൻ്റെ ഭാഗമായിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇങ്ങനത്തെ മേടിച്ച് വെക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം അതൊക്കെ നടക്കാൻ വേണ്ടി അല്ലേ. പിന്നെ എൻ്റെ മാളക്കുട്ടിക്ക് വേണ്ടി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് എനിക്ക് കൂട്ടി വെക്കണമെന്നാണ് ആഗ്രഹം. പാവം ഞാൻ ജയിച്ചു പോകണ്ടേ. 2 പെങ്ങന്മാരായി പോയില്ലേ. ഒരു പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇതൊന്നും അറിയണ്ട, സുഖമയമായ. അത് ശരിയാ. ഒരു കടലത്തൊലിക്ക് ഉപകാരം ഉണ്ടാകായിരുന്നു, എനിക്ക് ഉറപ്പാ. ഞാൻ സമ്പാദിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എല്ലാവർക്കും എല്ലാം മേടിച്ചു, സമ്പാദിച്ച് പൈസ കൂട്ടി വെച്ച് എല്ലാം മേടിച്ചു. ഇപ്പൊ പറ്റത്തില്ല. ഇപ്പൊ നമ്മളിങ്ങനെ കറ്റി പിടിച്ച് ഇങ്ങനെ തട്ടുപറ്റി പോകുന്ന നമ്മുടെ എസ്റ്റിമേറ്റ് നോക്കാൻ വേണ്ടി പോയാട്ടോ. ബാലൻസ് എത്ര വരും, ഡിസ്കൗണ്ട് ഒക്കെ കുറച്ചിട്ടേ. സെറ്റായിട്ട് വരുന്നമ്മേ, അത്ര സെറ്റാണേ. അങ്ങനെ മേടിച്ചാലേ കാര്യമുള്ളൂ. ഓരോന്നായിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സെറ്റായിട്ടേ. പക്ഷെ നമ്മൾ ഗോൾഡ് സൂക്കിലൊക്കെ പോയി കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും അല്ലേ. കൊച്ചും പോയി കണ്ടല്ലേ ഗോൾഡ് സൂക്ക് ഇങ്ങനെ അടുക്കി വെച്ച്. അതൊക്കെയാണ് ഗോൾഡ്. നെക്ലസ് ഒക്കെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും അതുപോലെ നമ്മളെ ചേച്ചിയുടെ വള കൊടുത്തപ്പോൾ ഇന്നത്തെ റേറ്റ് ഇട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടി കേട്ടോ. എന്നുവെച്ചാൽ അത് നമ്മൾ എന്ത് സ്വർണം കൊണ്ടുവന്നാലും വില കുറയ്ക്കില്ല കേട്ടോ. അത് പ്യുവർ തങ്കം അല്ലേ. പ്യുവർ തങ്കമായോണ്ട് ദുബായിന്ന് കൊണ്ടുവരുമ്പോൾ പ്യുവർ തങ്കം അവർ നമുക്ക് തരും. പൊന്നു ആ വള കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലും ആയിരുന്നു കേട്ടോ. അത് നല്ലൊരു നെറ്റ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് നല്ല രസമായിരുന്നു. കയ്യെ ഇട്ടേക്കുന്ന കണ്ടാലും ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൂക്ഷിക്കുറവാ കേട്ടോ. ഒരു 3 മാസം പോലും ആയില്ല അത് ഓടിച്ചു. വീണതാണ്. ഞാൻ വീണോണ്ട് പറ്റിപ്പോയി. കൈ എന്ന് ഇങ്ങനെ തറക്കിട്ട് അടിച്ചു. അന്നേരം അതങ്ങ് ഒളിഞ്ഞു പോയി. അതുകൊണ്ടാണ്. ഇനി സൂക്ഷിച്ചോണേ. ഇനി സൂക്ഷിച്ച ആ സാധനം തിരിച്ചും മേടിച്ചിട്ട് ഞാനൊരു അരിഞ്ഞാണം മേടിച്ചു വീടും പണയം വെച്ചിട്ട്. ഇനി ഞാൻ വള ഓടിച്ചാലോ? അത് കൊടുത്തിട്ട് അരിഞ്ഞാണം മേടിച്ചിട്ട് ഞാൻ. കൊച്ചിന്റെ മോതിരം പോയാൽ സാരമില്ല. വീട് പണി കഴിഞ്ഞ് വേറെ മോതിരം മേടിച്ചിരാം കേട്ടോ. 2 ഉണ്ടായിട്ടാണോ? ഇരിക്കട്ടെ. എടോ ഇത് കടയാണോ? കടയിൽ വന്നിട്ടാണോ? സത്യം പറഞ്ഞാൽ അമ്മയ്ക്കിപ്പം വളയെടുക്കാൻ വേണ്ടി കൊടുത്ത പൈസയില്ലേ, അത് നമ്മുടെ വീഡിയോ എടുക്കുന്ന ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ വേണ്ടി മാറ്റി 3-4 മാസമായിട്ട് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടുന്ന കുറേശ്ശെ മാറ്റി വെച്ചാൽ കേട്ടോ.
ആ പൈസ എടുത്താണ് വളം മേടിച്ച്. അതുകൊണ്ട് ഫോൺ മേടിക്കാൻ നേരത്ത് വളം പണം വയ്ക്കുന്നതായിരിക്കും. അതും കൂടി ഈ നിമിഷം ഞാൻ അറിയിച്ചുകൊള്ളുന്നു സന്തോഷപൂർവ്വം. ഇതൊന്നും അറിഞ്ഞില്ലല്ലോ പക്ഷേ ഇവന് ഓരോന്ന് മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പം എല്ലാം പറയുക. നമുക്ക് എല്ലാ മാസം ഇപ്പം ഈ മാസം 11 ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ല. ചില മാസം നമുക്ക് ഒരു 20 രൂപ 25 രൂപ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കയറും. അതിൻ്റെ എക്സ്പെൻസ് എല്ലാം പോയി വീഡിയോയുടെ വൈഫൈയുടെയും മറ്റ് ചിലവും കാര്യങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ നമുക്കൊരു 10 രൂപ അല്ലെങ്കിൽ ഒരു 9 രൂപ ഒക്കെ വരും. അതിൽ നിന്ന് ഞാനൊരു 5 രൂപയൊക്കെ മാറ്റി വെക്കും കേട്ടോ. നമ്മളെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോയുടെ ഫോൺ മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കും ഞാൻ കുറച്ച് പൈസ. അങ്ങനെയുള്ള പൈസ വെച്ചാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്. അത് നോക്കണ്ട, അത് നമുക്ക് പണയം വെച്ചിട്ട് പിന്നെ പൈസ വരുമ്പോൾ പണയം എടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഏതായാലും നമ്മൾ ഫോൺ മേടിക്കുന്നതായിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐഫോണൊന്നും എടുക്കുന്നില്ല. ഐഫോണൊക്കെ എടുക്കാനുള്ള ബഡ്ജറ്റൊന്നുമില്ല. ഏതായാലും ഈ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. അത് വീട് പണി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് പൈസ കൊണ്ട് നമ്മുടെ വണ്ടി വിൽക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓട്ടോ ചിലപ്പോഴാണ് വണ്ടി നമ്മൾ വിൽക്കും. അതുകൊണ്ട് ഈ നിമിഷം അറിയിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിറ്റിട്ട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ആ വണ്ടി വിൽക്കുവാണെങ്കിൽ ഒരു 2,70,000 80,000 രൂപയൊക്കെ കിട്ടും. വണ്ടിക്ക് വില പറയുകയും ചെയ്തു. പിന്നെ അമ്മ പറഞ്ഞു വണ്ടി ഇപ്പോൾ വിൽക്കേണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഞാൻ വണ്ടി കച്ചവടം ആക്കി ഏകദേശം സെറ്റാക്കി വെച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം എന്നെ വഴക്ക് പറഞ്ഞു വണ്ടി ഇപ്പോൾ വിൽക്കേണ്ടെന്ന് പറഞ്ഞു. അതായത് എൻ്റെ പേരിൽ ആദ്യമായിട്ട് എടുത്ത വണ്ടിയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ വിൽക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാലും ചെറിയൊരു വേറൊരു കാര്യം വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അത് വരുവാണെങ്കിൽ ചിലപ്പോൾ വണ്ടി വിൽക്കും. വണ്ടി വിറ്റിട്ട് ഒരു 2 ലക്ഷം രൂപ എനിക്ക് വേണം എൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. ബാക്കി ഒരു 19,000 രൂപ ബാലൻസ് വരും. അങ്ങനെ വരുവാണെങ്കിൽ അമ്മയ്ക്കൊരു വളയും കൂടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്ലാനിങ് ആണ്. ഇതൊക്കെ ലൈഫിൽ നമ്മുടെ ഓരോ ഡ്രീമില്ലേ, ഇതൊക്കെ നടക്കുമെന്നറിയില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ പറയുന്നല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവരോട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ചോറുണ്ടിട്ട് വേണം പ്ലംബിങ്ങിൻ്റെ സാധനം എടുക്കാൻ പോകാൻ. കാരണം ഞാൻ രാവിലെ ഒരു ഇടിയപ്പം കണ്ട് തിന്നത് എനിക്ക് വിശക്കാൻ തുടങ്ങി. മറ്റേ KGF-ൻ്റെ അത് പറയുന്ന പോലെ മറ്റേ ഇതൊക്കെ യാർക്കാകെ ഫേ അങ്ങനെ ഒരു ഡയലോഗില്ലേ, അതുപോലെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ ഗോൾഡ് മേടിച്ച് കൊടുക്കണം ആഗ്രഹം കേട്ടോ. ഞാൻ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. ഷിജോണ്. ഓക്കെ, മാട്ടുകെട്ടക്കാരൻ കേട്ടോ. എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എല്ലാം തീർത്ത് കൊച്ചത്താൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുവായിരുന്നു. ഒരാൾ വരുന്നുണ്ട് കേട്ടോ KGF-ന്ന്. ചേട്ടന്മാരുടെ ഇടപെടലൊക്കെ നല്ല ഇതാട്ടോ. നമുക്ക് എല്ലാം ഡീപ്പായിട്ട് പറഞ്ഞൊക്കെ തന്നു. നല്ല സപ്പോർട്ടുള്ള ചേട്ടന്മാരാണ്. ബില്ലൊക്കെ നോക്കുന്നുണ്ട്. എന്റെ പൈസ എല്ലാം തീർത്ത്. ചേട്ടന്മാരെ നിൽക്കുന്ന പയ്യന്മാര് ചോദിക്കുമായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേരെന്നാ, അടിച്ചു നോക്കട്ടെ, കാണാലോ, ഞങ്ങളെയും കാണാലോ എന്നൊക്കെ പറയുമായിരുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. അവര് ചോറിനാൻ പോകുന്ന സമയം കേട്ടോ. നമ്മള് സാധനം മേടിക്കാണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവര് കഴിക്കാൻ വേണ്ടി പോവാണേ. പാവുണ്ട് അച്ഛൻ. ഞാൻ പറയാം അച്ഛനോട് ഗൾഫിലോട്ടൊക്കെ നോക്ക്. പുറത്തൊക്കെ 2 ലാംഗ്വേജ് അറിയുവാണെങ്കിൽ ഇന്റർവ്യൂ വരും. മലബാർ ഗോൾഡിലും എന്നിട്ട് ഗോൾഡ് സൂക്ക് കരാമാസയിലൊക്കെ. ഞാനും പറഞ്ഞു അങ്ങോട്ടൊക്കെ നോക്കും. നമ്മുടെ ഇടുക്കിയിലെ പിള്ളേരെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കൊറേ ചേട്ടന്മാരുണ്ടെന്ന്. കോഴിക്കോട്, കൊല്ലം, അതിലൊക്കെ 2 പിള്ളേരുണ്ടായിരുന്നു. നമ്മൾ മലബാറിൽ പോയപ്പോൾ സാലറി കിട്ടും. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ടേ ഞാനിങ്ങനെ പറയായിരുന്നു. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിലേ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ഓർത്തിട്ടേ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവരും രക്ഷപ്പെട്ട് കാണാനുള്ള മൈൻഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ അറിയുന്ന കാര്യം പറഞ്ഞു. കേറ് പോവാം. നമുക്ക് ചോറിനിട്ട് പ്ലംബിങ് സാധനം എടുക്കാവേ. പോയാലോ? സന്തോഷമായോ? കാണിച്ചേ. 2 വളയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയുന്നതാണ്. ഇനിയിപ്പോ വേണ്ട, നിർത്തി. നമ്മുടെ പ്ലംബിങ് സാധനം എടുക്കേണ്ട കട അപ്പുറത്താട്ടോ, കൊല്ലം കൂടി. വന്ന് വളയൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ അമ്പാടി. മതി, നോക്കി ബാ കഴിക്കാം, വിശക്കുന്നു.
ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ ഇനി നേരെ കൊല്ലംകുടിയിലോട്ട് പോവാണ്. ഞാനോർത്തേ ആ അവിടെ 2 പെൺപിള്ളേർ നിൽക്കുന്ന കണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങളെ ഇട്ടിട്ട് നീങ്ങി പോകുന്നത്. എവിടെ പെൺപിള്ളേർ നിൽക്കുന്നത്? കുറച്ച് മുമ്പ് ഒരു പെണ്ണ് എന്നെ നോക്കി ചിരിച്ചു. അതിന് ഇവര് രണ്ടുപേരും കൂടെ എന്നെ വണ്ടി ഇട്ട് വാരുമായിരുന്നു കേട്ടോ. കയ്യൊക്കെ ചൂണ്ടി ഞാൻ നോക്കിയപ്പോ മോനിനെ നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ചിരി വെമ്പച്ച്. അപ്പൊ രണ്ടുപേരും കൂടെ ഓടിപ്പോയി നോക്കുന്നുണ്ട് കേട്ടോ. ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ നോക്കുക. നമ്മുടെ കണ്ണാടി ഇരിപ്പുണ്ട്, അത് റൂമിൽ പിടിപ്പിക്കാം. വാഷ് ബേസിനും കൊല്ലംകുടിയില്ല കേട്ടോ. കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി സെലക്ഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പുറത്ത് എടുക്കാം. 2 സൈഡിലായിട്ടുണ്ട്. കൊച്ചിനെ കണ്ണിൽ അതാ കേട്ടോ കണ്ടത്. ബാത്ത് ടപ്പ് നോക്കിക്കോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത് ഞാൻ മേടിക്കാന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ അതിന് നല്ല റേറ്റ് ആയിരുന്നു. എത്രയാ? 14,500 അടുത്ത് വരുന്നുണ്ട് ഒറ്റ വാഷ് ബേസിൻ. അതും കൊള്ളാം, റൗണ്ട് ഗോൾഡൻ കളറ്. ഇത് കൊള്ളാം അല്ലേ? പക്ഷെ ഇങ്ങനത്തെ വെക്കണേ നല്ല എമൗണ്ട് ആവും കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് തോന്നും. അതുണ്ട് 8,500 8,750 ഉണ്ട്. അപ്പൊ നോക്കിയെട്. വർക്കും കാര്യങ്ങളെല്ലാം അടിപൊളിയല്ലേ? അപ്പൊ വീടൊക്കെ പണിയാൻ വേണ്ടി ഇരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ഇഷ്ടത്തിന് സാധനം എടുക്കുമ്പോൾ നല്ല പൈസയാകും. മനസ്സിന് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ നമ്മൾ മേടിക്കാതെ പോകും. കൂടുതലും ആൾക്കാർ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഇഷ്ടപ്പെടും, പക്ഷെ അതിന്റെ റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും. എന്നിട്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് വില കുറഞ്ഞ പോയി നോക്കും. സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം സെലക്ട് ചെയ്ത് നോക്കി. ഏകദേശം ഒരു 4 രൂപ കേട്ടോ. നമ്മൾ പ്ലംബിങ്ങിന്റെ സാധനം എല്ലാം എടുത്തു. ഏകദേശം നല്ലൊരു എമൗണ്ടിന്റെ സാധനം എടുത്തുകൊണ്ട് അവർ പറഞ്ഞു ഹോം ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു. അതുമല്ല കുറച്ച് നീളമുള്ള പൈപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഓട്ടോയുടെ മണ്ട കയറ്റി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെറ്റി കിട്ടും. എന്ന് വെച്ചാൽ ടാക്സി വണ്ടിയല്ലേ. ഇപ്പോൾ ക്യാമറ മുക്കിനും മൂലയ്ക്കും വെച്ചേക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഓട്ടോയിലൊന്നും വെച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല. അതിന് സെപ്പറേറ്റ് വണ്ടി വിളിക്കേണ്ടി വരും. അവർ പറഞ്ഞു ഡെലിവറി ചെയ്ത് തരാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മോളം ഒരു ചേട്ടൻ നമ്മളെ തന്നെ നോക്കി പോകും അല്ലേ? അത് ചിലരങ്ങനെയാണ്, വീഡിയോ കാണുന്നവരായിരിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി പോകും. അമ്മ ഇത് മീൻ മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. കട്ടപ്പനയൊക്കെ വരുമ്പോൾ നല്ല മീനൊക്കെ കിട്ടും. അപ്പോൾ ഫ്രഷായിട്ട് മീൻ മേടിച്ചിട്ട് വരാം, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഇത് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മേ മറ്റേ നാപ്റ്റോളിന്ന് കിട്ടുന്ന പോലെ. അപ്പോൾ ഫ്രഷായിട്ട് നല്ല മീനൊക്കെ മേടിച്ചു. എന്നാ മീനെ മേടിച്ചേ? മേടിച്ചത്. ഓ അമ്മയ്ക്ക് ഏട്ട ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ ഉപ്പറയിലൊക്കെ ചിലപ്പോഴേ ഏട്ട വരുള്ളൂ. അന്നേരം നമ്മൾ മേടിക്കും. പക്ഷെ ഇവിടെ ഏട്ട കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഏട്ട. വലുതാണോ? ഒത്തിരി വലുതല്ല, മീഡിയം വലിപ്പം. മീനൊക്കെ മേടിച്ചു. പിന്നെ നമ്മളെ സേറക്കെട്ടിക്ക് വേണ്ടി കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അപ്പൊ പോവല്ലേ? അയ്യോ, സേറക്കുട്ടിക്ക് ഒരു പാത്രം മേടിച്ചു കൊടുത്തിട്ട് അതിന് കടിച്ച് അത് തീർന്നു കേട്ടോ. അത് അലുമിനിയത്തിന്റെ ഒരു ചെരുവ് മേടിച്ചു കൊടുത്തു നമ്മള്. അപ്പൊ അവർക്ക് വേണ്ടി പുതുതായിട്ടൊരു പാത്രം മേടിക്കണം. നല്ല മഴയും വരുന്നുണ്ട്. കൊച്ചിന് കാഴ്ചകൾ കാണാൻ വേണ്ടി സൈഡ് കൊടുത്ത് അഴിച്ചു നോക്കുവേ. പിന്നെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ഇരട്ടിപ്പണി. അപ്പത്തോടെ ഇറങ്ങിയാൽ ഇടണം. ഇത് ഞാൻ ഇടുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല. എനിക്കും അങ്ങനെ മൂടി അടച്ചു പോകുന്ന എനിക്ക് ഇഷ്ടമൊക്കെ കണ്ട് മഴ നനഞ്ഞാലും സാരമില്ല, കാഴ്ച കണ്ടേ പോവുള്ളൂ. എന്നെ ഏതെങ്കിലും പെൺപിള്ളേർ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാളക്കുട്ടി ഭയങ്കര വഴക്കാട്ടോ എന്നെ. ഞാൻ പറയണത് നിന്റെ കണ്ണുകുത്തി പൂട്ടിക്കൂടാന്ന് ഞാൻ പറയും. ഞാൻ ഒരു ബസ് പോയപ്പോ ഞാൻ പറഞ്ഞു ഈ ബസ്സിലൊക്കെ എന്നാ ആൾക്കാരാണ്. അന്നേരം ഇവിടെ എന്നെ വഴക്ക് പറയാ. കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ബസ്സിലങ്ങനെ ഒത്തിരി പേര് പോവും. ഇതിപ്പോ നമ്മളെന്നാ ചെയ്യണ്ടേ? നമ്മളെന്താ മൈൻഡ് ചെയ്യണ്ട, നേരെ നോക്കിയിരിക്കുക. ആണോ? ഇവിടെയൊക്കെ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ഒരുപാട് വിൽക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാനൊരു വാഗണർ നോക്കിയാണ് ഈയിടെ ഓട്ടോ നന്നാക്കാൻ വന്നപ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവിടെ നല്ല വണ്ടി കിടപ്പുണ്ടോ, ഞാൻ കയറി നോക്കിയായിരുന്നു. അന്യ റേറ്റാ പറയണേ. അത് ഈ കച്ചവടക്കാർ വിൽക്കും വണ്ടിക്ക് ഭയങ്കര വിലയാ. അല്ലാതെ നമ്മള് ഡയറക്റ്റ് ഡീലറുമായിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ തന്നെ വിൽക്കുവാണെങ്കിൽ അങ്ങനെ കമ്മീഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും. അതാ നല്ലത്.
ഇത് അന്യായ കമ്മീഷൻ പറയാം. അവര് അവരുടെ ലാഭം ഇട്ടിട്ടല്ലേ പറയുള്ളൂ. മേടിക്കാന്നല്ലോ കേട്ടോ, ചുമ്മാ നമ്മളൊരു ആഗ്രഹം ഉണ്ടല്ലോ, നമ്മള് ആഗ്രഹം കൊണ്ട് പോയി നോക്കി. എല്ലാ ആഗ്രഹത്തിന്റെ പുറത്ത് നോക്കുന്ന. ഇടയ്ക്ക് ആനയൊക്കെ വരുമ്പോ നമ്മൾ ആനയുടെ പുറകെ പോവല്ലേ, അതുപോലെ നമ്മുടെ പൊന്നിന് ഭയങ്കര ഒരു ആഗ്രഹമാണ് ആനയെ മേടിച്ചു വളർത്തണമെന്ന്. പപ്പ എപ്പോഴും പറയും ആനയും അവരുടെ പാപ്പമാരെ ചിലപ്പോ കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാം ഒന്നും ദൈവം തമ്പുരാൻ സാധിച്ചു തരികയില്ല. എന്നാ കുറച്ചൊക്കെ പറയാലോ, വലിയ മലയുടെ അത്ര ആഗ്രഹിച്ചാലേ ഒരു കുന്നോളം കിട്ടുള്ളൂ. നമുക്കൊരു ആനേനെ മേടിച്ച് കൊല്ലന്നാനത്ത് കുട്ടായി പേരിടാം. അനുസരിക്കുന്ന ഒരാളെങ്കിലും വേണ്ടേ വീട്ടില്? ആനേനെ മേടിക്കണം, എനിക്ക് ആനേനെ ഇഷ്ടമാ. നല്ല പേരൊക്കെ ഇടണം, പേരൊക്കെ ഇട്ട് ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകണം. ഇട്ടാ മതിയോ? അപ്പൊ നല്ല പേരാ. ഇപ്പൊ പോവാണേ, മഴയ്ക്ക് മുമ്പ് പോട്ടെ. ഇന്നെന്നാ പറഞ്ഞാലും മഴ പെയ്തില്ല. നല്ല ദിവസമായിരുന്നു. ആ ഒരു മഴ ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞാ പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല തെളിച്ചായിരുന്നു. ഇപ്പൊ മഴ തൂളാൻ തുടങ്ങി. വൈകിട്ടത്തേനുള്ള മഴ വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും വരുമ്പോൾ കയറും, അതുകൊണ്ട് പതിവ് പോലെ മുടക്കാതെ ഇവിടെ വന്ന് ഇന്നും കയറിയിട്ടുണ്ട് കേട്ടോ. മഴയല്ലേ, എല്ലാവരോടും വർത്താനൊക്കെ പറയണ്ട. സ്നേഹാശ്രമത്തിലെ ചേട്ടനാണേ, നമ്മള് സാധനമൊക്കെ മേടിച്ചു പിടിച്ച് കയറ്റി വെക്കാനൊക്കെ ആ ചേട്ടനെ കൂടുന്നു. ആക്ക് സംസാരിക്കുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്, അതായത് നമുക്ക് ക്ലിയർ ആകുക. ഞാൻ ചോദിച്ചാലും മഴയൊക്കെ ഉണ്ടോ? നമ്മള് സാധനം മേടിച്ചു വരുമ്പോ എല്ലാം പിടിച്ചു തന്നെ കൂടുന്ന അവിടുത്തെയാണ് ഒരു അന്തേവാസിയാണ്. പാവാണ്. പോയല്ലേ? ഇല്ല, അവിടെ ഉണ്ട്. അടുത്ത താക്കോലൊക്കെ പൂട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. അമ്മ പ്രാർത്ഥിക്ക. ലൈറ്റ് ഇട്ടിട്ട് കൊള്ളാം, ലൈറ്റ് കത്തിയെന്ന്. നല്ല മഴ വരുന്നുണ്ട്. രണ്ടുപേരല്ല 3 പേരാ. 4 പേരാണോ? നമ്മള് 2 പേരെ ഉള്ളോന്നാ. നീ 2 പറഞ്ഞു, ഞാൻ 3 പറഞ്ഞു. 2 പേരെ ഉള്ള, ഇപ്പൊ 2 പേരെ ഉള്ളോന്നായിരിക്കും ചോദിച്ചേ. 4 പേരെ വന്നേ, 2 പേര് ഇന്ത്യ ആണെന്നാണോ ചോദിച്ചെന്ന് അറിയില്ല. അങ്ങനെയല്ല, 2 പേരെ ഉള്ളോ എന്നാ ചോദിച്ചേ. നമുക്ക് കാര്യം മനസ്സിലായി. தேவதை அவள் ஒரு தேவதை அழகிய பூமுகம் കാണവേ ആയുൾദാൻ പോതുമോ. ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഴക്കാലമൊക്കെ അല്ലേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അല്ലേ, നമ്മോട് പലരും പറയാറുണ്ട് ഉണ്ണീശപ്പള്ളി പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ, ഈ വഴി പോകുമ്പോഴൊക്കെ കയറും. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പെങ്കൊച്ചെ, ഒരു സുന്ദര പെങ്കൊച്ചെ, ഒരു ചുമന്നകാരൻ്റെ പള്ളിയുടെ അവിടെ വന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് കയറിപ്പോയി. ഇപ്പൊ ചുമന്നകാരം ഒപ്പിയിരിക്കുക. അത് അങ്ങോട്ടാണോ പോയേ? ഇങ്ങോട്ടാണോ വന്നേ, അതോ വേറെ വഴിക്ക് വല്ലതും പോയോ? ബെസ്റ്റ്. ആകാംക്ഷയാണ്. അതെ അതെ, നമ്മളിപ്പം ചിലപ്പോ ഇങ്ങനെ പപ്പാനെ കളിയാക്കും. ഇല്ലല്ലോ, നമുക്ക് ചുമ്മാ 3 പേര് ചുമ്മാ ഇരുന്ന് പോകുമ്പോ ബോറിംഗ് അല്ലേ? പിന്നല്ലേ, ചെറിയ കോമഡിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ വരുന്നതായിരിക്കും ഇതൊക്കെ. അയ്യട്ടാ, നല്ലൊരു പെൺമതിനെ കണ്ടപ്പോ അസുഖമില്ലാത്ത എനിക്ക് മരുന്ന് മേടിക്കാൻ വരുവാണ്. നീലത്തിരമാലകൾ മേലെ നീന്തുന്നൊരു നീക്കിളി പോലെ കാണാമത്തോടി പതുക്കെ ആലോലം പോകുന്നകലെ മാറാ നിൻ
കണ്ടില്ലല്ലോ. വന്നപ്പോഴത്തേനുള്ള സന്തോഷമുണ്ടോ? കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. 380 രൂപ ആയി പാത്രത്തിന്. എനിക്ക് ഇത്തിരി സന്തോഷക്കുറവാ. പാത്രം കടിച്ചു കളിക്കട്ടെ. ആ പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. സന്ധ്യ കേട്ടോ. നമ്മൾ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ പോകും. അതാണ് പ്രശ്നം. പലകൂട്ടം കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അതെല്ലാം ചെയ്തു വരുമ്പോഴത്തേന് ഇത്ര സമയമായി. ഇപ്പൊ 6 മണി 6:30 അല്ലേ നമ്മൾ രാവിലെ പോയതാ. മുയലിനുള്ള പുല്ലെടുത്തോ? ഇതുണ്ടോ വഴിയിൽ നമ്മള് വന്നു കഴിയുമ്പോൾ പിന്നെ പുല്ല് പറിക്കാനൊന്നും പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വഴിയിൽ നിന്ന് മുയലിന് പുല്ല് വരെ പറിച്ചോണ്ടാ വരുന്നത്. വൈകിട്ടത്തിന് അത്താഴം വരെ വെക്കണം. ആരോടും പറയാൻ പറ്റുമോ? ചോറ് വെക്കണം, കറി വെക്കണം, മീൻ മേടിച്ചിട്ടൊന്ന് വെട്ടണം. പിന്നെ അമ്മയ്ക്ക് ഒരു കഞ്ഞിക്കലമൊക്കെ മേടിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഒരു കഞ്ഞിക്കലം മേടിച്ചു. സേറക്കുട്ടിക്ക് ഒരു പാത്രം മേടിച്ചു. പിന്നെ വേറെ എന്താ സ്പെഷ്യലായിട്ട് മേടിച്ചേ? വള മേടിച്ചു. എന്നെ കൊച്ചു എനിക്ക് 2 ബിംബം മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി മേടിച്ചു. ഇത് നമ്മള് കിഴുത്തുള്ളതാണ് ഈ പ്രാവശ്യം മേടിച്ച കേട്ടോ. ഇത് കഞ്ഞി ഊറ്റുമ്പം വെള്ളം ഇതിലെ ചാടി കയ്യെ വീഴുമെന്ന് അറിയത്തില്ല. ആ ചേട്ടന്മാര് കുഴപ്പമില്ല, നല്ലതായിരിക്കും. കഞ്ഞി വാർക്കാൻ വേണ്ടി ഇങ്ങനത്തെ പാത്രം മേടിച്ചോണ്ട് പോന്നേന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോണ്ടാണ് മേടിച്ചത്. പിന്നെ ഇത് അന്നാലുമിനിയാണ് കേട്ടോ. അലുമിനിയത്തിന്റെ കഞ്ഞിക്കലം മേടിച്ചു. വലിയ കല്ലിക്കല് ഇതിന് ചെറുതില്ലായിരുന്നു, കിട്ടിയില്ല. ആണോ? ഇത്ര മുഴുത്തത് വേണം മറ്റേ. എന്നാന്നറിയാവോ, നമ്മൾ ഇച്ചിരി 1-2 പേരൊക്കെ വരുമ്പോഴേ അവർക്ക് കൂടെ കൂട്ടിയൊക്കെ വെക്കണം. ഒരു 3 കോണി 4 കോണിയൊക്കെ ഇടാൻ പാത്തിന്. ഒരു 1.25 കിലോ ഒക്കെ വേവ് ഇതില്. നല്ല അലുമിനിയം അന്നാടെ. ഇത് സേറക്കുട്ടിയുടെ പാത്രം എന്ത്? പാത്രങ്ങളെല്ലാം കഴുകാനും പറക്കാനും ഒക്കെ കിടക്കും. രാവിലെ ചായ കുടിച്ച് പാത്രം കൊണ്ട് കഴുകാൻ കിടക്കുക. അതെ, വൃത്തികേടായിട്ടെല്ലാം കിടക്കുക. അവക്ക് ഡോഗിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു. അത് കടിച്ച് ചളുക്കിയിട്ടാണ് ഒരു ചെരുവ് മേടിച്ചു കൊടുത്തത്. അതാണെങ്കിൽ ഇപ്പം പീസാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ഈ വട്ടം കേജ് കൂടിയ ചെരുവ് മേടിച്ചു. 380 രൂപ കണ്ടായി ആ ഒറ്റ സാധനത്തിന്. ഇതാകുമ്പോൾ അവക്ക് തലയിട്ട് കഴിക്കാനും പറ്റും. അത്യാവശ്യം കുഴുവുണ്ട്. നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് ഫുഡ് കൊടുക്കുകയും ചെയ്യാം. ഇന്നലെ വൈകിട്ട് എന്താ ഉദ്ഘാടനം ചെയ്യുന്നത്? ഇതിൽ ചിക്കൻ കൊടുക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഒരു ദിവസം തീർന്നു. ക്ഷീണമായി അല്ലേ? ഇനി ഇത്തിരി വെള്ളം ചൂടാക്കി ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് കഞ്ഞിയൊക്കെ എടുപ്പിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം. മഴയൊക്കെ തൂളാൻ തുടങ്ങി. ഇനിയിപ്പോ കോഴിക്ക് തീറ്റ കൊടുക്കണം. 1000 കൂട്ടം പരിപാടിയാണ്. അപ്പൊ വളം മേടിച്ചതൊക്കെ ചേച്ചീനെ വിളിച്ച് കാണിക്കാം കേട്ടോ. ചേച്ചി പപ്പ എന്തായാലും ഉണ്ടല്ലോ, ഒരു മോതിരം എന്തായാലും വാങ്ങിച്ച് കയ്യിലിട്ട് കഴിഞ്ഞാൽ അന്നേരം പപ്പ ചോദിക്കും, കണ്ടോ ഒരു പശു പോകുന്ന കണ്ടോ, അല്ലെങ്കിൽ ഒരു പുലി പോകുന്നത് കണ്ടോ എന്നൊക്കെ ചേച്ചി കൈ ഇങ്ങനെ ആട്ടി കാണിക്കും. നമ്മളെ എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചി വിളിക്കുമ്പോ ഇത് കണ്ടോ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കി കാണിച്ചത്. നല്ല ഭംഗിയാണ് കേട്ടോ. കൈക്ക് ചേരുന്നുണ്ട്. 2 മേടിച്ചത്. ഒരു വളം ആ വള കൊടുത്തിട്ട് ആ വളയ്ക്ക് കിട്ടുന്ന പൈസക്ക് തന്നെ വേറെ എടുക്കാനുള്ള പ്ലാനിലാണ് പോയത്. പക്ഷെ ലക്ക് അടിച്ചു. ഏകദേശം ഇത്രയും കൊണ്ട് പൈസ കൂടിയുള്ള നല്ല വള കിട്ടി. അതെ അതെ, കൊച്ചു കാര്യം അവിടെ ഒരു മോതിരം അത് കുഴപ്പമില്ല. അത് പഴയ മോതിരമായിരുന്നു. ഒത്തിരി ചളുങ്ങിയായിരുന്നു. പിന്നെ കൈ ചെറുതായിരുന്നു. പിന്നെ 2 കയ്യിലും ഓരോ മോതിരം ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. നമ്മുടെ പ്ലംബിംഗ് സാധനം ഒരു ഹോം ഡെലിവറി ചെയ്യും. അതാണ് നമ്മൾ വണ്ടിയെ കൊണ്ടുവരാതിരുന്നത്. അതുപോലെ പൈപ്പും കാര്യങ്ങളെല്ലാം വണ്ടിയെ കൊണ്ടുവരും ചടങ്ങ് അവരിവിടെ കൊണ്ടുതരും. നാളെ തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച 9-10 വരുന്നതാണ്. ഓക്കെ, ടാറ്റ.